നമസ്കാരം. ക്രൂഡ് ഓയിൽ വില നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക് ആണ്. ഇപ്പോൾ ഇറാൻ യുദ്ധം കാരണമുള്ള ക്രൂഡ് ഓയിൽ പ്രതിസന്ധി മൂർച്ഛിച്ചിരിക്കെയാണ് ഏറ്റവും അടുപ്പമുള്ള അംഗരാഷ്ട്രമായ സൗദിയോട് പോലും ചോദിക്കാതെ UAE ഒപെക്കിനെ കൈയൊഴിഞ്ഞത്. ഒപെക്കിലെ അംഗങ്ങളുമായി ചർച്ച ചെയ്യാതെയാണ് തീരുമാനമെന്നാണ് UAE വ്യക്തമാക്കിയത്. സൗദി അറേബ്യയാണ് നിലവിൽ ഒപെക്കിനെ നിയന്ത്രിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇനി ഒപെക്കിൽ അവശേഷിക്കുന്നത് സൗദിയും കുവൈറ്റും മാത്രമാണ്. മെയ് 1 മുതൽ എണ്ണ ഉൽപാദനവും കയറ്റുമതിയും സ്വതന്ത്രമായി നടത്താനാണ് UAEയുടെ തീരുമാനം. വിപണിയിലെ ആവശ്യമനുസരിച്ച് അസംസ്കൃത എണ്ണ ലഭ്യമാക്കുമെന്നും UAE പ്രഖ്യാപിച്ചിട്ടുണ്ട്. എണ്ണ ഉൽപാദന വില എന്നീ കാര്യങ്ങളിൽ സ്വതന്ത്ര തീരുമാനമാകും ഇനി UAEയുടേത്. സൗദി അറേബ്യയെ ഞെട്ടിച്ച തീരുമാനമാണ് UAE എടുത്തത്. ഒപെക്കിൽ നിന്നും ഒഴിഞ്ഞതോടെ സ്വതന്ത്രമായി ക്രൂഡ് ഓയിൽ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇനി UAEക്ക് കഴിയും. കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിലും ഇതിലും കുറച്ചാണ് UAE ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നിലവിൽ 48.5 ലക്ഷം ബാരൽ വരെ UAEക്ക് ഉൽപ്പാദിപ്പിക്കാം. എന്നാൽ ഒപെക് നിയന്ത്രണമുള്ളതിനാൽ പ്രതിദിന ഉൽപ്പാദനം 35 ലക്ഷം ബാരലാണ്. ഒപെക്കിൽ സൗദിയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്തുന്നത്. UAE തീരുമാനത്തോടെ എണ്ണവിലയിൽ ഇനി മാറ്റമുണ്ടാകും. ഇന്ത്യക്കും ഗുണകരമായ തീരുമാനമാണിത്. ഇന്ത്യയും UAEയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിലുണ്ട്. ഇത് കാരണം തീരുവയില്ലാതെ കുറഞ്ഞ വിലയിൽ ഇന്ത്യക്ക് UAEയിൽ നിന്നും എണ്ണ വാങ്ങാം. രൂപയിൽ തന്നെ വ്യാപാരവും നടത്താം. ഇറക്കുമതിക്കായി കൂടുതൽ ഡോളർ കണ്ടെത്തേണ്ട ആവശ്യവുമില്ല. ഉപരോധം കാരണം ഇറാനിൽ നിന്നും എണ്ണ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ UAE തീരുമാനം ഇന്ത്യക്ക് കൂടുതൽ ഗുണകരമാണ്. എണ്ണ ഉൽപാദന രാജ്യങ്ങൾ ചേർന്നാണ് ഒപെക് രൂപീകരിച്ചത്. ഓസ്ട്രിയയിലെ വിയന്നയാണ് ആസ്ഥാനം. 1960 സെപ്റ്റംബർ 14 ഒപെക്കിന്റെ പിറവി. സൗദി, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, വെനസ്വേല എന്നീ രാജ്യങ്ങൾ ചേർന്നതാണ് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഒപെക്. 12 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. നിലവിൽ സൗദി, ഇറാഖ്, ഇറാൻ, കുവൈറ്റ്, വെനസ്വേല, ലിബിയ, അൾജീരിയ, നൈജീരിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്. UAE തീരുമാനത്തോട് ഒപെക് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഒപെക്കിൽ നിന്നും കൂടുതൽ ഒഴിഞ്ഞുപോക്കുണ്ടോ എന്ന് ഇനി വഴിയെ അറിയാൻ കഴിയും.